നമസ്കാരം. ഇന്ന് രാവിലെ സജി തോമസ് എന്ന ഒരു മനുഷ്യസ്നേഹിയുടെ, ഒരു കേരള സ്നേഹിയുടെ കുറച്ച് വർത്തമാനങ്ങൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ വികാരം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ ഒരു ലൈവിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ഷോഭം ഇവിടെ അതിനു മുമ്പും പലരും പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് മനുഷ്യനുള്ളതുപോലെ ഒരു വിധി ഓരോ രാജ്യത്തിനും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ BJP ഭരിക്കുന്ന ഈ കേരളത്തിൽ ഏറ്റവും നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുന്ന ഒരു കേരളം, അവിടെ ഒരു രോഗി ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് രോഗം വരാത്ത വിധം തിരിച്ചു പോകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മൾ ഏതാനും ദിവസം മുമ്പ് കണ്ടതാണ്. ബിന്ദു എന്നൊരു സ്ത്രീ വന്ന് പൂർണ്ണമായി സുഖപ്പെട്ടു പോയത്. അപ്പം അത്തരം ഒരു കേരളത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഇങ്ങനെ വെറുതെ ക്ഷോഭിക്കുന്നത്, BP കൂട്ടുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സ്ത്രീ ജനങ്ങളോടുള്ള ആ സുരക്ഷ, കരുതൽ ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഒരു സ്ത്രീക്ക് ആരോഗ്യം പോരാ എന്ന് തോന്നിയപ്പോൾ അവിടെയുള്ള നാട്ടുകാർ സംഘടിച്ച് വന്ന് അവരെ കൊണ്ട് ആ ഒരു ലോഡ് ടൈല് മുഴുവൻ സ്വയമേവ ഇറക്കി, അത് ഇറക്കി വെച്ചിടത്ത് നിന്ന് മാറ്റി വെക്കാൻ ആളെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് ആരോഗ്യം വന്നത് പോരാ എന്ന് തോന്നിയിട്ട് അവർക്ക് കുറച്ചുകൂടി ആരോഗ്യം വരട്ടെ, നന്നായിട്ട് ഭക്ഷണം കഴിക്കട്ടെ, അതിന് കുറച്ച് വ്യായാമം ആവശ്യമാണ് എന്നെല്ലാം മനസ്സിലാക്കി പാർട്ടി പ്രവർത്തകർ തന്നെ നേതൃത്വം കൊടുത്തിട്ട് ഇത് അവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിച്ച ഒരു കേരളമാണ് ഇവിടെ ഉള്ളത്. ആ കേരളത്തെ പറ്റിയാണ് ഈ ശ്രീ സജി തോമസ് ഇങ്ങനെ വാചാലമായത്, ക്ഷോഭിച്ചത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സങ്കടം. ഇപ്പോൾ നമുക്കിവിടെ കുറേ പദ്ധതികൾ, കുറേ കാര്യങ്ങൾ എല്ലാവരും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ സ്വീകരിക്കാൻ ആരും തയ്യാറല്ല. ഈ ശ്രീ സജി തോമസ് അദ്ദേഹം ഒരു ആം ആദ്മി ആയിരിക്കണം. കാരണം അധികാരം ഇല്ലാത്തവർക്ക് മാത്രമേ ഇവിടെ ക്ഷോഭിക്കാൻ അവകാശമുള്ളൂ എന്നുള്ളൊരു സത്യമുണ്ടല്ലോ. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ക്ഷോഭങ്ങളും അതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു കുറേ വിഷയങ്ങൾ ഇതെല്ലാം മുഖവിലയ്ക്ക് എടുക്കുന്നു. തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പരിഹാരം കയ്യിലുള്ളവരെ കേരളം തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത. ക്ഷോഭിക്കുന്നവർക്ക് ഒരുപാട് ലൈക്കും ഷെയറും എല്ലാം കിട്ടും. തെറി പറയുന്നവർക്ക് ലൈക്കും ഷെയറും കിട്ടും. എന്നാൽ യഥാർത്ഥ പരിഹാരങ്ങളുമായിട്ട് സമൂഹത്തിലേക്ക് ആരെങ്കിലും ഇറങ്ങിയാൽ അവർക്ക് ഒരു ലൈക്കും കിട്ടില്ല. ലൈക്കിനല്ല പറയുന്നത്, ഏതോ ആ ഒരു സന്ദേശം ഷെയർ ചെയ്യപ്പെടുക പോലുമില്ല, ചർച്ച ചെയ്യപ്പെടുക പോലുമില്ല. നമുക്ക് അത്രയും നമ്മുടെ നാടിനോട് ഒരു കൂറും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ 15 വർഷമായിട്ട് ഞാൻ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ജീവസഭ എന്നൊരാശയം, ആ 15 വർഷത്തിന് ശേഷം ഇന്നലെ ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് അതെന്താണ് എന്ന് പഠിക്കാനായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഞങ്ങൾ 3-4 മണിക്കൂർ ആ വിഷയം സംസാരിക്കുകയുണ്ടായി. അണ്ണാ ഹസാരയിൽ തുടങ്ങി ഞങ്ങളുടെ സംഭാഷണം. അദ്ദേഹമാണ് ശരിക്കും നമ്മളെ മാതൃകയാക്കേണ്ട ഒരു വ്യക്തി. അദ്ദേഹം ഒരു നശിച്ച് നാറാണക്കല്ലെടുത്ത ഒരു ഗ്രാമത്തിനെ തൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട്, തൻ്റെ സ്വന്തം അധ്വാനത്തിൻ്റെ പങ്കുകൊണ്ട് ജീവിതം മുഴുവൻ സമർപ്പിച്ച് ഇന്ത്യയിലെ ഏറ്റവും സുഖസുന്ദരമായ ഒരു പ്രദേശമാക്കി മാറ്റി. റെലേഗാൻ സിദ്ധി എന്ന സ്ഥലം ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ കാണാൻ വരുന്ന ഒരു സ്ഥലമായിട്ട് അതിനെ മാറ്റി. അദ്ദേഹം അവിടെ കാണിച്ച മാജിക്ക് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ കാണിക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ പിന്തുണ നമ്മൾ അങ്ങനെ
കാണിക്കാൻ തയ്യാറായി വരുന്നവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിനും നമ്മൾ തയ്യാറാവുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായ വാദഗതികൾ ഉണ്ടാവും. നമ്മളാണെങ്കിൽ ഒന്നും ചെയ്യുകയുമില്ല. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഒത്തുചേരുക. അതിന് നമ്മുടെ രാഷ്ട്രീയം തടസ്സമല്ല, മതം തടസ്സമല്ല, ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ എന്നുള്ള വിഷയങ്ങളൊന്നും അവിടെ നമ്മളെ ബാധിക്കരുത്. അങ്ങനെ രാഷ്ട്രീയം നോക്കാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നല്ല വ്യക്തികളുണ്ട്. അവരൊന്ന് ഒരുമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവിടെ അനർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങിയവരെ മുഴുവൻ അടിച്ചോടിക്കുക എന്നൊന്നുമല്ല. അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അവരോടൊപ്പം ആ ആനുകൂല്യങ്ങൾ അർഹതയുള്ളവർക്ക് കൂടി ലഭ്യമാക്കാനുള്ള പദ്ധതികളുണ്ട്. 200 പ്രായോഗിക പദ്ധതികൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് കേൾക്കാനും പഠിക്കാനും ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നാൽ ആ സന്തോഷമാണ് ഇന്നലെ എനിക്ക് ആദ്യമായിട്ടുണ്ടായത്. ഒരാളത് പഠിക്കാനായിട്ട് തൻ്റെ സമയവും പണവും ഒക്കെ ചിലവാക്കി എൻ്റെ അടുത്ത് വരികയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ വിശദമായിട്ടത് സംസാരിച്ചു. അദ്ദേഹം അതിലേറെ കുറേ നല്ല ആശയങ്ങൾ എൻ്റെ അടുത്തേക്ക് വെച്ചു. ഡോക്ടർ റോയ് പ്രൊഫസർ, അദ്ദേഹം റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. അദ്ദേഹം ആയിട്ട് വളരെ ദീർഘനേരം ഞങ്ങൾ ഇന്നലെ സംസാരിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പറയാനുള്ളത് ഇത്രമാത്രമാണ്. ഇവിടെ നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന അതേക്കുറിച്ചുള്ള ആശയങ്ങളുള്ള ആളുകൾ നമ്മുടെ അണ്ണാ ഹസാരയെ മാതൃകയാക്കി ഒന്ന് ഒത്തൊരുമിക്കണം. അതിന് നമ്മുടെ പാർട്ടി തടസ്സമാകരുത്, മതം തടസ്സമാകരുത്, ജാതി തടസ്സമാകരുത്. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി അവിടെ നിന്ന് എന്ത് തിരികെ കിട്ടുന്നു എന്ന് നോക്കുകയേ വേണ്ട. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ജീവിതം ഇവിടെ സജി തോമസ് സാറ് പറയുകയുണ്ടായി, 55 വയസ്സായി, എനിക്കിനിയൊന്നും നോക്കാനില്ല എന്നുള്ള മട്ടിലാണ്. ഇതേമാതിരിയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ചെറുപ്പക്കാർ, നമ്മുടെ ഭരണത്തിൻ്റെ ഗുണം കൊണ്ട് ഇപ്പോൾ ആരും വാർദ്ധക്യത്തിലെത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തെക്കുറിച്ചാണ് അല്പം സങ്കടപ്പെട്ട്. അപ്പം അതുകൊണ്ട് പറയുക, ഇവിടെ ചെറുപ്പക്കാരും പ്രായമായി മരിക്കില്ല. കാരണം പ്രായമാകുന്നതിന് മുമ്പേ തന്നെ അവർ ഒന്നുകിൽ ഇവിടെ വിട്ടുപോകും അല്ലെങ്കിൽ മരിച്ചു പോകും. അതുകൊണ്ട് വാർദ്ധക്യമെന്ന അവസ്ഥ ഇനി കേരളത്തിൽ ഉണ്ടാകില്ല. ആ ഒരവസ്ഥയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വൈകിയ വേളയാണ്, അവസാനത്തെ അവസരമാണ്. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു മാർഗമില്ലാഞ്ഞിട്ടാണെങ്കിൽ അത് ഇഷ്ടം പോലെ ഞാൻ തരാം. എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഇത്തരം ആശയങ്ങളുള്ളവരുണ്ട്. ഒന്ന് ഒത്തൊരുമിച്ച് നിന്നാൽ ഞാൻ എൻ്റെ ജീവിതവും എൻ്റെ സമ്പാദ്യവും എല്ലാം ഇതിനു വേണ്ടി മാറ്റിവെക്കാം. പക്ഷേ അത് ദുർവിനിയോഗം ചെയ്യപ്പെടുന്നില്ല എന്നൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അത്തരം ഒരു സംരംഭത്തിന്, ഒരു കൂട്ടായ്മയ്ക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ നേർവഴിക്ക് നയിക്കാൻ, അങ്ങനെയെങ്കിലും നമ്മുടെ അടുത്ത തലമുറയെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ നമുക്കൊരു കൂട്ടായ്മയുണ്ടാക്കാം. നിങ്ങൾക്ക് മുൻ കാലങ്ങളിൽ ഇത്തരം വീഡിയോ ചെയ്ത അവസ്ഥ അതുപോലെ ഷെയറില്ലാതെ പോകരുത്. നാടിനെ സ്നേഹിക്കുന്നവരെങ്കിലും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. കഴിയുമെങ്കിൽ ആ സജി തോമസ് സാറിൻ്റെ നമ്പർ കൂടി എനിക്കൊന്ന് കിട്ടിയാൽ ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാം. ഒരു 4-5 പേരെ ഇതിനകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് ത്യാഗവും ചെയ്ത് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകളെ. നമുക്ക് ശത്രുതയുടെ കാലം കഴിഞ്ഞു, സമരത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനി പ്രവൃത്തിയുടെ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു കാലഘട്ടമാണ് വന്നിരിക്കുന്നത്. കേരളം മുച്ചൂടും നശിച്ച് നാറാണക്കല്ല് എടുക്കുന്നതിന് മുമ്പേ എങ്കിലും ഈ ഒരു അപേക്ഷ നിങ്ങളെല്ലാവരും കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും ഈ അവസരത്തിൽ പറയാനില്ല. നിങ്ങളുടെ പ്രതികരണം അറിഞ്ഞിട്ട് ബാക്കി അടുത്ത ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ ജീവസഭ, എല്ലാവർക്കും പഞ്ചായത്ത്, കേരളത്തിന് വേണ്ടിയുള്ള 200 പദ്ധതികൾ, ഇതൊക്കെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നുണ്ട്. നിങ്ങൾ നടത്തിക്കോളൂ, ഞാൻ ചിത്രത്തിലുണ്ടാകില്ല എന്ന് വാക്ക് തന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്തേ.